ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ വിച്ച് ഐ ടോക്ക് ഓൺ 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു December 14th. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. December 14th ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം. സോ പറയണമെന്ന് ഒന്ന് തോന്നി. അപ്പൊ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് ഞാൻ പറയണ്ടേ? ഓഫ്കോഴ്സ് ഞാൻ പറയണം, കാരണം ഇറ്റ്സ് എ ട്രൂത്ത്. അതുകൊണ്ട് നടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ വീണ്ടും ട്വിസ്റ്റ്. പീഡനം നടന്നു എന്ന് പരാതിക്കാരി പറഞ്ഞ തീയതിയിൽ നിവിൻ പോളി തന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്നും സംവിധായകനായ വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ തെളിവുകളും അദ്ദേഹം ഹാജരാക്കി. ഇപ്പോഴിതാ നിവിൻ പോളി മാത്രമല്ല പരാതിക്കാരിയും ആ ദിവസങ്ങളിൽ കേരളത്തിലായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരാതിക്കാരിയുടെ മൊഴിയിൽ തുടക്കത്തിൽ തന്നെ പോലീസിന് പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു. ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയായിരുന്നു പോലീസ്. ദുബായിലെ ഹോട്ടലിൽ വെച്ച് 2023 നവംബർ ഡിസംബർ മാസങ്ങളിൽ പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയ പരാതി. എന്നാൽ ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചതെന്നാണ് വിവരം. സംഭവം നടന്നു എന്ന് പറയുന്ന ഈ ദിവസങ്ങളിൽ പരാതിക്കാരിയും നിവിൻ പോളിയും എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിനായി യാത്രാരേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. പരാതിയിൽ സൂചിപ്പിച്ച ഹോട്ടൽ അധികൃതരിൽ നിന്ന് വിവരങ്ങളും തെളിവുകളും ശേഖരിക്കും. 2021 ശേഷം നിവിൻ ഈ ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചതായും സൂചനയുണ്ട്. യുവതി നേരത്തെ തന്നെ പോലീസിന് പരാതി നൽകിയിരുന്നു. അന്ന് പോലീസ് അന്വേഷണം നടത്തുകയും പരാതിയിൽ കഴമ്പില്ല എന്നായിരുന്നു കണ്ടെത്തിയത്. യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിക്ക് പുറമെ മറ്റ് 5 പേർക്കെതിരെയാണ് ഊന്നുക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോട്ടയം സ്വദേശിയായ ശ്രേയ, സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി AK സുനിൽ, എറണാകുളം സ്വദേശികളായ ബിനു, ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ. നവംബറിൽ യൂറോപ്പിൽ കെയർ ഗിവറായി ജോലി വാഗ്ദാനം ചെയ്ത ശ്രേയ പണം വാങ്ങിയിരുന്നു. അത് തിരികെ ചോദിച്ചപ്പോൾ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് AK സുനിൽ എന്ന നിർമ്മാതാവിനെ പരിചയപ്പെടുത്തി തരികയായിരുന്നു. ഒരു ഹോട്ടലിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡും ചെയ്തു. അന്ന് പുള്ളി എന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു യുവതിയുടെ പരാതി. പിന്നീട് ശ്രേയ എന്റെ റൂമിനടുത്ത് തന്നെ റൂം എടുക്കുകയും അവിടെ നിവിൻ പോളി അടക്കമുള്ളവർ വരികയും എന്നെ 3 ദിവസത്തോളം ലോക്ക് ചെയ്തിടുകയും ചെയ്തു. നിവിൻ പോളിയുടെ ഗുണ്ടകൾ എന്ന് പറയുന്നവർ എന്റെ റൂമിൽ തന്നെയായിരുന്നു. അവർ ഇടയ്ക്കൊക്കെയാണ് സ്വന്തം റൂമിൽ പോയിരുന്നതെന്നും പരാതിക്കാരി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ലൈംഗിക ആരോപണ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകാൻ ഒരുങ്ങിയാണ് നിവിൻ പോളി. DGPക്ക് ഇതിനോടകം തന്നെ പരാതി കൈമാറിയിട്ടുണ്ട്. തനിക്കെതിരായ ഈ ഒരു പീഡന കേസ് വ്യാജമാണ് എന്നാണ് നടന്റെ അവകാശവാദം. പീഡനം നടന്നുവെന്ന് യുവതി പരാതിയിൽ ആരോപിക്കുന്ന ഈ ദിവസങ്ങളിൽ താൻ ഉണ്ടായിരുന്നത് കേരളത്തിലാണെന്ന് നടൻ വ്യക്തമാക്കുന്നു.